ഹായ്. ഇന്നും വൈകുന്നേരത്തെ ഒരു ക്ലീനിങ് തന്നെയാണ്. ആദ്യം ഞാനിത് വേണ്ടാന്ന് വെച്ചതാണ്, വീഡിയോ എടുക്കണ്ടെന്ന് വെച്ചതാണ്. പിന്നെ ഞാൻ കരുതി എന്തായാലും ഇവിടെ കിടന്നോട്ടെ എന്ന്. ഇതൊക്കെ കണ്ടിട്ട് മടി പിടിച്ചിരിക്കുന്ന ആർക്കെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യണമെന്നൊക്കെ തോന്നിയാൽ അതൊരു നല്ല കാര്യം തന്നെയല്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡാണ് കേട്ടോ ക്ലീൻ ചെയ്തത്. ഇപ്രാവശ്യം നമ്മുടെ ഈ ഗ്രൗണ്ട് ഓർക്കിഡ് ഇരിക്കുന്ന ഏരിയയാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ കരിഞ്ഞ ലീവ്സൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയണം. അതുപോലെ അതിൻ്റെ ചുവടൊക്കെ നമ്മൾ എപ്പോഴും നീറ്റാക്കി നിർത്തണം കേട്ടോ. ഇപ്പം നമുക്ക് കഠിനമായ ചൂടായതുകൊണ്ടായിരിക്കാം നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്സിലൊക്കെ ഫ്ലവർ കുറവാണ്. അതുപോലെ ലീവ്സൊക്കെ കരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് നാൾ മുന്നേ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്സിൽ നിറയെ പൂക്കളായിരുന്നു. മിക്കവാറുമുള്ള എൻ്റെ വീഡിയോസിലെല്ലാം ആ സമയത്ത് ഈ ഗ്രൗണ്ട് ഓർക്കിഡ്സ് തന്നെയായിരുന്നു കേട്ടോ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ അവർക്ക് പൂക്കൾ കുറഞ്ഞതോടുകൂടി ഞാൻ ഈ ഏരിയയിലേക്ക് അധികം അങ്ങനെ വരാറും ഇല്ല. ക്ലീൻ ചെയ്യലും കുറവാണ്. ഇപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് ഏകദേശം 2 വീക്സ് ഒക്കെ കഴിഞ്ഞെന്ന് തോന്നണു. അപ്പോൾ നമുക്ക് ഇവരുടെ കരിഞ്ഞു പോയ ലീവ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ്, അതുപോലെ യെല്ലോ കളറായ ലീവ്സും എല്ലാം ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് അവരുടെ ചുവടൊക്കെ ഒന്ന് നീറ്റാക്കി നിർത്തുകയാണേ. ഇത് ഓരോ ചട്ടയും ഇതുപോലെ എടുത്ത് ഓരോ പ്ലാന്റ്സിനെയും ഇതുപോലെ കേടായ ലീവ്സൊക്കെ കട്ട് ചെയ്ത് കളയണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ പോട്ടെല്ലാം ഇറക്കി താഴേക്ക് വെച്ച് കൊടുക്കണം. എങ്കിലേ നമുക്ക് ആ തറ നമുക്ക് നന്നായിട്ട് തൂത്ത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിൻ്റെ 3/4 ഭാഗത്തോളം നമ്മൾ കട്ട് ചെയ്തിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് 10 മിനിറ്റിലോ 15 മിനിറ്റിലോ തീരുന്ന കാര്യമല്ല, 1 മണിക്കൂർ കൂടുതൽ എടുത്ത കാര്യമാണ് നിങ്ങൾ ഈ 10-15 മിനിറ്റിൽ കാണുന്നത്. ചെയ്യുന്നത് തന്നെ വീണ്ടും വീണ്ടും കാണിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ 3/4 ഭാഗത്തോളം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഈ പോട്ടെല്ലാം നമ്മുടെ പഴയ പോട്ട്സ് ആയിരുന്നു. ഞാനിതെല്ലാം പെയിൻ്റ് അടിച്ച് ഇതിനകത്ത് ഗ്രൗണ്ട് ഓർക്കിഡ്സ് എല്ലാം റീപോർട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഗ്രൗണ്ട് ഓർക്കിഡ്സിൻ്റെ പോട്ട് മിക്സും ഒക്കെ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാം ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. എനിക്കൊരു 6-7 വെറൈറ്റി ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഉണ്ട്. ഒരു സമയത്ത് എല്ലാത്തിലും നിറയെ പൂക്കളാകും. കൂടുതലും ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്ന ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിഷ് അമിനോ ഉണ്ടല്ലോ, അതും അല്ലെങ്കിൽ മീൻ കഴുകുന്ന വെള്ളമൊക്കെ തന്നെയാണ്. ദേ കണ്ടോ, നമ്മുടെ ഈ ചട്ടിയുടെ ചുവട്ടിൽ നമ്മുടെ ടൊറേനിയൻ കാക്കപ്പൂ ദേ വീണ് കിളിച്ച് വന്നിട്ടുണ്ട്. നല്ല പൂക്കളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെടുത്ത് മാറ്റി വെക്കണുണ്ടേ. അതിനെ നമുക്ക് നമ്മുടെ ആ സൈക്കിളിൽ കൊണ്ട് നട്ട് വെക്കണം. കാരണം സൈക്കിളിലിരുന്ന ടൊറേനിയൻ പ്ലാന്റ് മൊത്തം കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ യെല്ലോ ഗ്രൗണ്ട് ഓർക്കിഡിലാണ് ഇപ്പോൾ നിറയെ പൂക്കളുള്ളത്. ഈ ഗ്രൗണ്ട് ഓർക്കിഡ് എപ്പോഴും നമുക്ക് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ചുവട്ടിലല്ല, ആ ഒരു പോട്ടിൽ തന്നെ ഒരുപാട് ബഡ്സ് വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ 4-5 കിലോ പൂക്കളും ഉണ്ട് കേട്ടോ. ഈ ഒരു പ്ലാന്റിൻ്റെ ചുവട്ടിൽ നിന്നും എനിക്കൊരു പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അടുത്ത ദിവസം നമുക്ക് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് ഒക്കെ കൊണ്ടുപോകേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അക്കൂട്ടത്തിൽ ആ പ്ലാന്റിനെയും കൊണ്ടുപോകാം. അതുപോലെ ഇതിൻ്റെ ചുവട്ടിലെല്ലാം ഒരുപാട് പോച്ചയും കിളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിനെല്ലാം ഞാൻ താഴേക്ക് ഇടുന്നുണ്ട്. താഴെ നമുക്ക് എന്നിട്ട് തൂത്തുകൂട്ടി കരിയില കമ്പോസ്റ്റിൽ കൊണ്ടിടാനായിട്ടാണ്. കുറച്ച് വെറൈറ്റീസേ ഉള്ളെങ്കിലും 10-25 പോട്ടിലോളം നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഉണ്ട്. ഒരുപാട് ചെടികൾ ഉള്ളതിലല്ല കാര്യം, നമ്മുടെ ഗാർഡൻ എത്രത്തോളം മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുള്ളതിലാണ് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളത്. എനിക്ക് അത്ര കണ്ടങ്ങ് നീറ്റായിട്ട് കൊണ്ട് നടക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും കിട്ടുന്ന സമയമെല്ലാം ഞാൻ മാക്സിമം ക്ലീൻ ആക്കി കൊണ്ട് നടക്കാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ക്യാഷൊക്കെ ചിലവാക്കി മുറ്റമൊക്കെ നല്ല നീറ്റാക്കി ഇൻ്റർലോക്കൊക്കെ ഇട്ട് കുറച്ച് ഗ്രാസൊക്കെ സെറ്റ് ചെയ്ത് സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്ത് പ്ലാന്റ്സൊക്കെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ കൂടുതലും മനോഹരമായിരിക്കും. അതെനിക്കറിയാം, എനിക്കും അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ കയ്യിലൊതുങ്ങുന്ന രീതിയിൽ എത്രത്തോളം നീറ്റാക്കി കൊണ്ട് നടക്കാൻ പറ്റുന്നോ ഉള്ള സ്പേസിനെ നമ്മൾ അത്രയും നീറ്റാക്കി കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. നമുക്ക് കുറച്ച് മുറ്റമുള്ളെന്നുണ്ടെങ്കിലും കുറച്ച് പ്ലാന്റ്സ് ഉള്ളെങ്കിലും അതിനെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് നോക്കി നല്ല ക്ലീൻ ചെയ്തൊക്കെ ഇടുകയാണെങ്കിൽ ഒരുപാട് പ്ലാന്റ്സ് ഉള്ളതിനേക്കാളും നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്ക് പക്ഷേ അങ്ങനെയല്ല, ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. പക്ഷേ എപ്പോഴും എനിക്ക് നല്ല നീറ്റായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റാറും ഇല്ല കേട്ടോ. ഞാൻ ഇതൊക്കെ എപ്പോഴും ക്ലീനിങ് വീഡിയോ ഒക്കെ ഇടുന്നുണ്ടെന്നെങ്കിലും ഇനി എനിവേ ആരെങ്കിലും വരുന്ന സമയത്ത് കഷ്ടകാലത്തിന് ഇവിടെ നീറ്റല്ലാതെ കിടക്കുന്ന സമയത്തായിരിക്കും കേട്ടോ. നമ്മൾ ക്ലീൻ ആക്കിയൊക്കെ ഇടുമ്പോൾ ആരും വരില്ലെന്നേ.
ചിലപ്പോൾ ആകെ അലങ്കോലമായി കിടക്കുമ്പോഴായിരിക്കും ആരെങ്കിലുമൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും ഗാർഡൻ നീറ്റായിട്ടാണ് കിടക്കണമെന്നൊന്നും ആരും വിചാരിക്കേണ്ട കേട്ടോ. എന്നാലും നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ കുറച്ചെങ്കിലും വൃത്തിയായിട്ട് കിടക്കുള്ളൂ കേട്ടോ. ഒരിക്കലും ക്ലീൻ ചെയ്യാത്ത ഒരു ഗാർഡനും അതുപോലെ ഇടയ്ക്കെങ്കിലും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ കൊണ്ടുപോകുന്ന ഗാർഡനും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കേ. ചില പോട്ട്സിലൊക്കെ മണ്ണ് വളരെ കുറവായിരുന്നേ. അങ്ങനെ കുറച്ച് മണലിരുന്നത് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനിയിപ്പോൾ എല്ലാ പോട്ടും ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം കാണാം കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ എല്ലാ പോട്ടും എടുത്ത് ഒന്ന് നീറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒന്ന് തൂത്തിറക്കാവേ. ഇതിൻ്റെ ചുറ്റും ഒരുപാട് മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അധികം കരിയിലയൊന്നും ഇതിൻ്റെ മുകളിൽ ഇല്ല കേട്ടോ. പിന്നെ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്സിൻ്റെ ലീവ്സ് അങ്ങനെ കൊഴിഞ്ഞു വീഴാത്ത ലീവ്സ് ആയതുകൊണ്ട് അതിൻ്റെ ഇലകളും അവിടെയെങ്ങും ഇല്ലേ. നമ്മൾ പോട്ട്സിൽ വെള്ളം ഒഴിക്കുമ്പോൾ വീഴുന്ന കുറച്ച് മണ്ണ് മാത്രമൊക്കെ അവിടെ ഉള്ളൂ. പിന്നെ കുറച്ച് ലീവ്സൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു ആത്തമരം അവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ കുറച്ച് ഇലകളൊക്കെ വീണ് കിടപ്പുണ്ട്. അപ്പം ബാക്കിയുള്ള ചട്ടികളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് തൂത്തിടുന്നുണ്ടേ. എന്തായാലും നമ്മൾ ഈ ബ്ലാക്ക് ഷീറ്റ് വിരിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് തൂക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ കുറച്ച് എളുപ്പമാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയിലൂടെ പോലും നമുക്ക് പോച്ച കിളിച്ച് വരാറുണ്ടായിരുന്നേ. എന്നിട്ട് ചട്ടിയുടെ അടിയിലൂടെയൊക്കെ പോച്ച കിളിച്ച് വന്നിട്ട് മൊത്തം നാശമായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ ഈ ബ്ലാക്ക് ഷീറ്റ് മേടിച്ചിട്ടത്. അതിനുശേഷം എന്തായാലും എനിക്ക് കുറച്ച് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടേ. ഇനി നമുക്ക് ഓസ് എടുത്തുകൊണ്ട് വന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഇവിടെ ഒന്ന് തൂത്തിറക്കണം. ഞാൻ അങ്ങനെ പോയി പൈപ്പ് കണക്ട് ചെയ്ത് ഓസ് എടുത്തുകൊണ്ട് വന്നിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും മോൻ ഉണ്ടായിരുന്നെങ്കിൽ പൈപ്പൊക്കെ തുറന്നു തരാൻ പറയാമായിരുന്നു. ഇന്നിപ്പം ഞാൻ എത്ര വിളിച്ചിട്ടും മോൻ എൻ്റെ കൂടെ കൂടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ അങ്ങനെയാണേ. ചിലപ്പോൾ നമ്മൾ വിളിച്ചില്ലെങ്കിൽ പോലും എൻ്റെ കൂടെ കൂടാറുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മൾ എത്ര വിളിച്ചാലും കൂടാറില്ല. അവരങ്ങനെയാണല്ലേ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തേച്ചൊരച്ച് കഴുകി ഇറക്കാം കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ എൻ്റെ സകല ശക്തി എടുത്ത് തേച്ചൊരച്ച് കഴുകി ഇറക്കുന്നുണ്ടേ. ഇവിടെ പിന്നെ കുറച്ച് നിരപ്പായ തറയായതുകൊണ്ട് നമ്മൾ കോൺക്രീറ്റ് ഇട്ട തറയുടെ മുകളിലാണല്ലോ ബ്ലാക്ക് ഷീറ്റ് വിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തേച്ചരച്ച് കഴുകി ഇറക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു കേട്ടോ. കഴിഞ്ഞ വീക്കിൽ നമ്മൾ ക്ലീൻ ചെയ്ത സ്ഥലം നമ്മൾ വെറുതെ മണ്ണിലാണല്ലോ ഷീറ്റ് വിരിച്ചിരുന്നത്. അവിടെ ഇതുപോലെ കഴുകി ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നേ. ഇവിടെ പക്ഷേ ഇതുപോലെ തേച്ചരച്ച് കഴുകാൻ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം കഴുകി ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മോപ്പ് എടുത്തിട്ട് വരാവേ. മോപ്പ് എടുത്തിട്ട് ഇവിടെ എല്ലാം കിടക്കുന്ന വെള്ളം എല്ലാം ഒന്ന് തുടച്ചെടുക്കണം. ഇത് തുടച്ചെടുക്കാനും എളുപ്പമായിരുന്നു കേട്ടോ. നമ്മൾ നിരപ്പായ തറയുടെ മുകളിലാണ് ഇതുപോലെ ഷീറ്റ് ഇടുന്നെങ്കിൽ എളുപ്പമാണേ. ഈ മോപ്പ് വെച്ച് തുടച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നീറ്റായി കിട്ടും കേട്ടോ. ഇപ്പോൾ എന്തഴുക്ക് പിടിച്ചിടുന്ന സ്ഥലമാണല്ലേ. നമ്മൾ ജസ്റ്റ് ഒന്ന് കഷ്ടപ്പെട്ടപ്പോഴത്തേനും അവിടെ എല്ലാം എന്ത് നീറ്റായിട്ടുണ്ടല്ലേ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് സാറ്റിസ്ഫാക്ഷൻ ആണെന്ന് അറിയാവോ. മുറ്റത്തെ ഈ പണികളൊക്കെ ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഇനി നമുക്ക് പോട്ട്സ് എല്ലാം പറക്കി അറേഞ്ച് ചെയ്യണം. ഇതിപ്പോൾ ഏതൊക്കെ പോട്ട്സിൽ ഏതൊക്കെ കളറിൽ പ്ലാന്റ് ആണെന്ന് ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കരുതി നമ്മുടെ റെഡ് പോട്ട്സ് എല്ലാം നമുക്കങ്ങ് ഒരുമിച്ച് വെക്കാം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കേ. ഈ റെഡ് പോട്ട്സ് ഇതുപോലെ നമ്മുടെ ക്യാമറയിലൂടെ നോക്കുമ്പോൾ കാണാൻ നല്ല രസമാണ്. ക്യാമറയിലൂടെ എന്നല്ല, നമ്മുടെ കണ്ണുകളിലൂടെ നോക്കുമ്പോഴും കാണാൻ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. ചില പോട്ട്സൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അവരെ ഒന്നും കളയുന്നില്ല കേട്ടോ. ഈ പോട്ട്സൊക്കെ മേടിക്കാൻ ഒത്തിരി കാശ് വേണമെന്നേ. നമ്മൾ ചെടി മാത്രം മേടിച്ചാൽ പോരല്ലോ. അവർക്ക് വേണ്ടി എന്തെല്ലാം സാധനങ്ങൾ മേടിക്കണമല്ലേ. ഫെർട്ടിലൈസേഴ്സ് വേണം, കീടനാശിനികൾ വേണം, അങ്ങനെ ഒരുപാട് കാശാണേ. പിന്നെ എനിക്ക് അതൊക്കെ സന്തോഷമുള്ള കാര്യമായതുകൊണ്ട് ഞാൻ അതൊക്കെ ഒരു മടിയും കൂടാതെ അങ്ങ് ചെയ്യാറുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ നേരെ താഴെയുള്ള തറയിലേക്ക് നോക്കിയപ്പോൾ അവിടെ അതിനേക്കാളും നാശമായിട്ട് കിടക്കണു. എന്നാൽ പിന്നെ അവിടെ കൂടി അങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചിട്ട് അന്ന് നമ്മൾ സ്റ്റാൻഡ് വെക്കുന്ന സമയത്ത് അവിടെ നിന്ന് മാറ്റിയ 2 പോട്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു. ഈ ആന്തൂറിയം പ്ലാന്റിനെ അങ്ങ് ഒഴിവാക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിനകത്ത് അധികം പൂക്കൾ അങ്ങനെ ആവാറില്ല. എന്നിട്ട് ഞാൻ ആ പ്ലാന്റിനെ അങ്ങ് മാറ്റി കളഞ്ഞിട്ട് ആ ചട്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് നമുക്ക് വേറെ ഏതെങ്കിലും പ്ലാന്റ് നട്ട് വെക്കാമല്ലോ. അങ്ങനെ ഈ തറയിലെല്ലാം മൊത്തം പോച്ചയായിരുന്നു. ആ വീഡിയോ ഒക്കെ എന്തെന്ന് ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ കാണുന്നില്ല കേട്ടോ. അങ്ങനെ അവിടെ ഇരുന്ന് പോച്ചയെല്ലാം നുള്ളി എടുത്തിട്ടുണ്ടേ. ഒരുപാട് ചെറിയ പോച്ചകളുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എന്നും ഈ പ്ലാന്റ് ചുവട്ടിലൊക്കെ വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് നമുക്കതിനെ എടുത്ത് കളയാൻ നല്ല എളുപ്പമായിരുന്നു കേട്ടോ. പെട്ടെന്ന് നമ്മുടെ കയ്യിൽ പിഴുതു പോരുന്നുണ്ടായിരുന്നേ. ഈ ടർട്ടിൽ വൈൻ നമ്മുടെ മെലസ്റ്റോമയുടെ
ചുറ്റും പിടികൂടിയിട്ടുണ്ട്. അവർക്ക് കൊടുക്കുന്ന മെലസ്റ്റോമയ്ക്ക് കൊടുക്കുന്ന വളങ്ങളെല്ലാം വലിച്ചെടുക്കുന്നത് ഇവരാണെന്ന് തോന്നുന്നു. മെലസ്റ്റോമ കീഴോട്ടും ടർട്ടിൽ വൈൻ നല്ല ഹെൽത്തി ആയിട്ട് സ്ട്രോങ് ആയിട്ട് വളർന്നു വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ ടർട്ടിൽ വൈനെ എല്ലാം പറിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അടുത്ത ദിവസം എനിക്ക് ഒരിടത്തേക്ക് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് കൊണ്ടുപോകാനുണ്ടെന്ന്. അപ്പോൾ അവിടെ കൊണ്ടുപോകാനായിട്ട് ഇതിൻ്റെ കുറച്ച് ടർട്ടിൽ വൈൻ എടുത്തു വെക്കുന്നുണ്ടേ. നമുക്ക് ഈ മെലസ്റ്റോമയുടെ കുറച്ച് കമ്പൊക്കെ കരിഞ്ഞുണങ്ങി നിൽക്കുന്നുണ്ട്, അതിനെ ഞാൻ ഒഴിവാക്കുന്നുണ്ട്. ഈ മെലസ്റ്റോമയുടെ ചുവട്ടിൽ കുറച്ച് മണ്ണൊക്കെ വെട്ടിക്കൂട്ടി കുറച്ച് വളം കൂടിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പം നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇവർ അത്ര ഉഷാറില്ലാതാണ് നിൽക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ഇളക്കിയും ഇത് ഫെർട്ടിലൈസറൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവർ ഓക്കെ ആയിക്കോളും കേട്ടോ. ഞാൻ ഈ പണികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉമ്മായും പാപ്പായും അവിടെ വന്നിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിനെ ഒന്ന് ഒഴിവാക്കി ബാക്കി പണികൾ നാളത്തേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്നാൽ നമുക്ക് സമയം താമസിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.